عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات والله بما تعملون خبير. شرفت جيلانا بالميلاد ساكنه علمت بالقبر بغدادا أماكنه يزوره كل مشتاق ولكنه في بيته قد يلاقي محي الدين. يا محي الدين يا محي الدين يا محي الدين عبد القادر الجيلاني ثغرق المتين സമമായേ ثقلينك رسولاയേ ثاوي يسرب نوراയേ ثابت نبي صلى الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله ജന്മം അത്ഭുതമർപ്പിച്ചേ ജയ്ഷിൻ ജൂഹ് ശമിപ്പിച്ചേ ജൂദിൽ ബഹ്റെ തോൽപ്പിച്ചേ ജാസിർ നബിയിൽ സല്ലല്ലാഹു ചൊല്ലി ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് ما في قلبي غير الله نور محمد صلى الله لا إله إلا الله. സ്റ്റേജിൽ ഉപവിഷ്ടരായ പണ്ഡിതന്മാരെ, നമ്മുടെ സദർ ഉസ്താദ്, നെല്ലിക്കട്ടെ സദർ ഉസ്താദ്, അതേപോലെ തന്നെ ഫാളിൽ ഉസ്താദ്, മുർഷിദ് സഖാഫി, സുഹരി ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാർ, എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ നാട്ടിലെ നേതൃത്വങ്ങൾ, ജമാഅത്ത് ഭാരവാഹികൾ, ഉമ്മ പെങ്ങന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയതിൻ്റെ ലക്ഷ്യം നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ നേതൃത്വവും നമ്മുടെ എല്ലാമായിരുന്ന നമ്മുടെ ഖാളി, നമ്മുടെ ജമാഅത്തിന്റെ ഗൗരവാധ്യക്ഷർ ഖുറത്തുസാദാത്ത് ഖുറത്തങ്ങൾ ഉസ്താദ്, അവിടുത്തെ അനുസ്മരണ സദസ്സ്, അൽഹംദുലില്ലാഹ് തങ്ങൾ ഉസ്താദിനെ സ്നേഹിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ നമ്മുടെ സദസ്സിലേക്ക് വരുന്നുണ്ട്. ഉസ്താദിന്റെ പേരിൽ അവിടുത്തെ മരണം കഴിഞ്ഞ 3-ാമത്തെ ദിവസം നമ്മുടെ പള്ളിയിൽ വെച്ച് അവിടത്തേക്കുള്ള ഹദിയ മജ്ലിസുകൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അല്ലാഹു അതെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഖുറത്തുസാദാത്ത് ഖുറത്തങ്ങൾ ഉസ്താദ് ഈ നെക്കിള എന്ന് പറയുന്ന ഈ നാടുമായുള്ള ബന്ധം അത് ഈ നാട്ടുകാരായി നിങ്ങളോട് ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. മറ്റു നാടുകളെക്കാൾ വ്യത്യസ്തമായി ഖുറത്തുസാദാത്ത് ഖുറത്തങ്ങൾ ഉസ്താദ് 33 വർഷങ്ങൾക്ക് മുമ്പ് ഖുറത്ത് എന്ന പ്രദേശത്തേക്ക് സേവന പാതയിലേക്ക് കടന്നു വന്നപ്പോ ഈ അടുത്ത പ്രദേശമായ നെക്കിള എന്ന് പറയുന്ന നാട്ടുകാരോട് തങ്ങൾ ഉസ്താദിന് വല്ലാത്ത സ്നേഹമായിരുന്നു, വല്ലാത്ത ബന്ധമായിരുന്നു. അത് ഈ അടുത്ത മരണം വരെ ഈ നെക്കിള നാട്ടുകാരോട് അത് തങ്ങളെ കൽബിലുണ്ടായിരുന്നു. തങ്ങൾ ഉസ്താദ് നമ്മുടെ ഈ നാട്ടിലെ ഖാളിയായിരുന്നു, നമ്മുടെ ഗൗരവാധ്യക്ഷരായിരുന്നു,
നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നേതൃത്വമായിരുന്നു മഹാനായ ഖുറത്തു സാദാത്ത് ഖുറത്തങ്ങൾ ഉസ്താദ്. അല്ലാഹു തആല അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരുടെ നോട്ടം അല്ലാഹു തആല ഞങ്ങളിൽ നൽകുമാറാകട്ടെ. ആമുഖമായി ഒന്നും നീട്ടാതെ തന്നെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. കാലത്തെ തന്നെയാണ് സത്യം, മനുഷ്യർ പരാജിതരാണ്, മനുഷ്യർ പരാജിതരാണ്. ചില ആളുകളെ പരിശുദ്ധമായ ഖുർആൻ വിജയികളെ കൂട്ടത്തിൽ പറയുന്നു, ഇല്ലല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത്. സത്യവിശ്വാസികളായ ആളുകളല്ലാതെ സത്യവിശ്വാസികളായ ആളുകൾക്ക് പരാജയമില്ല, അവർ എപ്പോഴും വിജയിച്ചവരാണെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ, എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളാകുന്ന നമുക്ക് നമ്മുടെ എല്ലാ ദീനീ കാര്യങ്ങളിലും നേതൃത്വം നൽകിയ നമ്മുടെ സയ്യിദവറുകളുടെ വിയോഗം ഇന്ന് നമുക്കെന്ന് മാത്രമല്ല, നമ്മുടെ പരിസരങ്ങളുടെ മഹല്ലുകളിൽ എന്ന് മാത്രമല്ല, നൂറുകണക്കിന് മഹല്ലുകളുടെ ഖാളിയായ ഖുറത്തു സാദാത്ത് ഖുറത്തങ്ങൾ ഉസ്താദിനെ ഇന്ന് ലോകം അനുസ്മരിക്കുകയാണ്. കാരണം എന്തെന്ന് പറഞ്ഞാൽ, ഏതു വേദിയിലേക്ക് തങ്ങൾ വന്നാലും, ഏത് മജ്ലിസിൽ തങ്ങൾ പ്രഭാഷണം നടത്തിയാലും, ഏത് വേദിയിൽ തങ്ങൾ പ്രാർത്ഥന നടത്തിയാലും, തങ്ങൾ ഞങ്ങളോട് ഉണർത്തിയിരുന്നത് തഖ്വല്ലാഹ്, അല്ലാഹുവിനോടുള്ള തഖ്വയാണ്. രഹസ്യത്തിലും പരസ്യത്തിലും പേടിക്കേണ്ടത് അല്ലാഹനെ മാത്രമാണ്. അല്ലാഹനെ തഖ്വ ചെയ്ത് പേടിച്ചു ജീവിക്കാൻ നമുക്ക് എല്ലാ സദസ്സുകളിലും, എല്ലാ മജ്ലിസുകളിലും, എല്ലാ പ്രാർത്ഥനകളിലും നമുക്ക് നിർദ്ദേശനം, ഉപദേശം തരുമായിരുന്നില്ലേ? റബ്ബേ, അവിടുത്തെ ദറജ നീ ഉയർത്തണേ അല്ലാഹ്. തഖ്വയാണ് എൻ്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ. നമുക്കെപ്പോഴും ഞങ്ങളെ ഖൽബിൽ റൂഢമൂലമാകേണ്ടത് തഖ്വയാണ്. മഹത്തുക്കളെ ചരിത്രം എടുത്തു നോക്കിയാൽ അവരെങ്ങനെയാണ് അല്ലാഹുവിലേക്ക് എത്തിയത്, അവരെങ്ങനെയാണ് ഉന്നതമായ സ്ഥാനം കരസ്ഥമാക്കിയത്? തഖ്വല്ലാഹ്, അല്ലാഹുവിനോടുള്ള തഖ്വ കാരണം മാത്രമാണ്. ഖുറത്തു സാദാത്ത് ഖുറത്തങ്ങൾ ഉസ്താദിനെ ഞാനിവിടെ നിങ്ങളെ മുമ്പിൽ പറയുന്നതിനേക്കാളും ഉപരി ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും തങ്ങൾ ഉസ്താദിനെ കുറിച്ച് പറയാനുണ്ടാകാം. കൂടുതലായി ഞാൻ പറയേണ്ടതില്ലല്ലോ. 33 വർഷങ്ങൾക്ക് മുമ്പ് കൂറത്തെന്ന പ്രദേശത്തേക്ക് ഖുറത്തു സാദാത്ത് ഖുറത്തങ്ങൾ ഉസ്താദ് വരുമ്പോ ചെറിയ കുഗ്രാമമായിരുന്നുവല്ലോ, ചെറിയ പള്ളിയായിരുന്നുവല്ലോ. ഞാൻ ഖുറത്തു സാദാത്ത് ഖുറത്തങ്ങൾ ഉസ്താദിനെ കുറിച്ച് ഞങ്ങളെ പാണ്ഡികദ്ദ പുത്തുച്ചയോട് ചോദിച്ചപ്പോ അവിടുന്ന് തങ്ങളോട് വല്ലാത്ത കണക്ഷനായിരുന്നു. നിങ്ങൾ അറിഞ്ഞതുപോലെ പലപ്പോഴും അതാ 30 വർഷങ്ങൾക്ക് മുമ്പ് തങ്ങൾക്ക് സ്വന്തമായി വാഹനമില്ലാത്ത സമയത്ത് ഈ നെക്കിള നാട്ടിൽ നിന്നായിരുന്നു നമ്മളെ പുത്തുച്ചയുടെ ജീപ്പ് ഖുറത്തേക്ക് പോയിരുന്നത്. അത് നിങ്ങളോട് ഞാൻ പറയേണ്ടതില്ലല്ലോ. ഈ നാട്ടുകാർ തങ്ങളോട് വല്ലാത്ത മഹബത്താണ്. പുത്തച്ചയോട് ഞാൻ ചോദിച്ചപ്പോ ഒരുപാട് കൊല്ലങ്ങൾക്ക് മുമ്പ് പുത്തുച്ച ഒരു ദിവസം എട്ടിക്കുളത്തേക്ക് വീട്ടിലേക്ക് തങ്ങൾ ഉസ്താദിന്റെ വീട്ടിലേക്ക് പോയപ്പോ അവിടെ താജുൽ ഉലമയുണ്ട്. താജുൽ ഉലമ ഫസൽ കോയമ്മ തങ്ങളാകുന്ന കൂറത്തങ്ങളെ വിളിച്ചു ചോദിച്ചു അത്രേ, അതാരാണ് ഫസൽ കോയമെന്ന് ചോദിച്ചപ്പോ അവിടുന്ന് അതാ കൂറത്തങ്ങൾ പറഞ്ഞു, എന്നെ നല്ല സ്നേഹിക്കുന്ന ഒരു നാട്ടിന്റെ ഒരാളാണ്.
അപ്പോളതാ താജുൽ ഉലമ പുത്തുച്ചയടുത്ത് വിളിച്ചു പറഞ്ഞു, ഒരു 5 രൂപ പുത്തുച്ചയുടെ കയ്യിൽ മന്ത്രിച്ചു കൊടുത്തു പറഞ്ഞു, ഫസൽ കോയമ്മയെ നല്ലോണം പേടിക്കണമെന്ന് നിങ്ങൾ പറയണം, അയാളൊരു ചില്ലറക്കാരനല്ല. നമ്മുടെ സദസ്സിൽ പുത്തുച്ചയുണ്ട്. എൻ്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, താജുൽ ഉലമ ജീവിതകാലത്ത് അംഗീകാരം നൽകിയ ആരാണ് താജുൽ ഉലമ എന്ന് ഈ സദസ്സിൽ ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. തഖ്വയുടെ നിറകുടമായിരുന്നില്ലേ താജുൽ ഉലമ? എന്തുകൊണ്ടാണ് താജുൽ ഉലമയെ ലോകം അനുസ്മരിക്കുന്നത്? എന്തുകൊണ്ടാണ് ശറഫുൽ ഉലമയെ ലോകം അനുസ്മരിക്കുന്നത്? എന്തുകൊണ്ടാണ് താജുൽ ഫുഖഹാ നൂറുൽ ഉലമയെ, പൊസോട്ട് തങ്ങളെ, ത്വാഹിറുൽ അഹ്ദൽ തങ്ങളെ, നൂറുകണക്കിന് മൺമറഞ്ഞ സാദാത്യങ്ങളെ, ആലിമീങ്ങളെ ഇന്ന് ലോകത്തുള്ള മുഅ്മിനീങ്ങൾ അനുസ്മരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർ വലിയ സമ്പത്ത് കൊണ്ട് വിരാജിച്ചതുകൊണ്ടോ? അല്ല, അല്ല, അവർ ആലിമീങ്ങളാണ്. അവർ തഖ്വയോടെ ജീവിച്ചവരാണ്. അവർ നമുക്ക് തഖ്വ കാണിച്ചു തന്നവരാണ്. എൻ്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, തഖ്വയാണ് ഞങ്ങളെ ഖൽബിൽ വരേണ്ടത്. മഹത്തുക്കളെ അനുസ്മരിക്കുമ്പോ, അവരെ കുറിച്ച് ഞങ്ങൾ പറയുമ്പോ, അവരുടെ ജീവിതം ചരിത്രം പഠിച്ച് ഞങ്ങളും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കേണ്ടവരാണ്. അബുൽ ഫറജ് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് റൗളത്തുൽ മുഹിബ്ബീൻ എന്ന ഗ്രന്ഥത്തിൽ ഒരു സംഭവം രേഖപ്പെടുത്തുകയാണ്. എൻ്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, മക്കയിൽ താമസിച്ചിരുന്ന ഒരു ദമ്പതിമാർ, ഒരു ഭാര്യയും ഒരു ഭർത്താവും. ഒരു ദിവസം ഭാര്യയുണ്ടല്ലോ, ഫനളറത് യൗമൻ ഇലാ വജിഹാ ഫിൽ മിർആത്ത്. ഭാര്യ ഒരു ദിവസം കണ്ണാടിയിൽ, മിർആത്തിൽ കണ്ണാടിയിൽ തന്റെ മുഖം നോക്കുകയാണ്. വല്ലാത്ത ഭംഗിയുള്ള മുഖമാണ്, ചന്തമുള്ള മുഖമാണ്. ആ ഭാര്യ ഭർത്താവിനോട് ചോദിക്കുകയാണ്, അതറാ അഹദൻ യറാ ഹാദൽ വജ്ഹ വലാ യുഫ്തിനു ബിഹി. എൻ്റെ മുഖത്തിന്റെ ചന്തം കണ്ട് ഫസാദാകാത്ത ഒരാൾ ഈ ലോകത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? ഒരു ഭാര്യ ഭർത്താവിനോട് ചോദിക്കുകയാണ്, അല്ലയോ എൻ്റെ ഭർത്താവേ, എൻ്റെ മുഖം വല്ലാത്ത ചന്തമുള്ള മുഖമാണ്. എൻ്റെ മുഖത്തിന്റെ ഭംഗി കണ്ട്, എൻ്റെ മുഖത്തിന്റെ ചന്തം കണ്ട്, എൻ്റെ ചന്തത്തിൽ അകപ്പെടാത്ത, ഫിത്നയിലാകാത്ത ഒരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഭർത്താവിനോട് ചോദിച്ചപ്പോ ഭർത്താവ് അവിടെന്ന് പറയുകയാണ്, അതേ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ, ഒരാൾ ഇന്ന് ജീവിച്ചിട്ടുണ്ട്, എനിക്ക് ഒരാളെ കാണിക്കാൻ കഴിയുമോ? ഉബൈദ് ഇബ്നു ഉമൈർ. ഉബൈദ് ഇബ്നു ഉമൈർ എന്ന് പറയുന്ന അല്ലാഹനെ പേടിച്ച് ജീവിക്കുന്ന, തഖ്വയിലായി ജീവിക്കുന്ന ഒരാളുണ്ട്. അയാളെ ഫിത്നയിൽ അകപ്പെടുത്താൻ നിന്നെ കൊണ്ട് കഴിയില്ല മോളെ എന്ന് ഭർത്താവ് പറഞ്ഞപ്പോൾ ഭാര്യ അവിടുന്ന് ഭർത്താവിനോട് പറയുകയാണ്, നിങ്ങൾ എനിക്കൊരു സമ്മതം തരുമോ? ഞാൻ അയാളെ ഭയപ്പിക്കാം, ഞാൻ അയാളെ ഫിത്നയിലാക്കാം. അവിടുന്ന് ഭർത്താവ് ഭാര്യക്ക് സമ്മതം നൽകുന്നു.
മഹാനായ ഉബൈദ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു പള്ളിയുടെ ഉള്ളിൽ മുത്താലഅ ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാനാണ്. ദിക്ർ ചൊല്ലുന്ന, തസ്ബീഹ് ചൊല്ലുന്ന, അല്ലാഹുക്ക് പള്ളിയിൽ ആരാധനയിലിരിക്കുന്ന മഹാനാണ്. ഈ പെണ്ണ് പള്ളിയിലേക്ക് കടന്നു പോകുന്നു. ഫത്വ ചോദിക്കാൻ വേണ്ടി എന്ന കാരണം കൊണ്ടാണ് പോകുന്നത്. ഓ മഹാനവരെ, നിങ്ങളോട് എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട്, എനിക്കൊരു മസ്അല ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു ഉബൈദ് ഇബ്നു ഉമൈർ തങ്ങളെ മുമ്പിലേക്ക് പോയപ്പോ അവിടുന്ന് ഉബൈദ് ഇബ്നു ഉമൈർ തങ്ങൾ പറയുകയാണ്, നിനക്കുള്ള സംശയം ചോദിക്കാം. അങ്ങനെ പെണ്ണ് മുമ്പിലിരിക്കുകയാണ്. പർദ്ദ ധരിച്ചിട്ടുണ്ട്, മുഖമക്കന ധരിച്ചിട്ടുണ്ട്. അങ്ങനെ സംസാരിക്കുമ്പോൾ മുഖത്തിന്റെ മുഖമക്കനയൊന്നവള് നീക്കുകയാണ്. ഇബ്നുൽ ജൗസി തങ്ങൾ അവിടെന്ന് പറയുന്നു, വല്ലാത്ത ചന്തമുള്ള മുഖത്തിന്റെ പെണ്ണാണ്. മുഖമക്കനയൊന്ന് നീക്കിയപ്പോ ഉബൈദ് ഇബ്നു ഉമൈർ അവിടെന്ന് റളിയല്ലാഹു അൻഹു അവിടെന്ന് പറഞ്ഞു, മോളെ നിനക്ക് സംശയം ചോദിക്കാം, നിനക്ക് മസ്അല ചോദിക്കാം, നിനക്ക് ഫത്വ ചോദിക്കാം. നിന്റെ മുഖമൊന്നു നീ മറക്കണേ, നിന്റെ മുഖമെന്ന് എനിക്ക് വെളിവാക്കരുതേ എന്ന് പറഞ്ഞപ്പോഴാണ് ആ പെണ്ണ് പറയുന്നത്, ഞാൻ നിങ്ങളോട് സംശയം ചോദിക്കാൻ വന്നതല്ല, ഞാൻ നിങ്ങളോട് ഫത്വ ചോദിക്കാൻ വന്നതല്ല, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, എനിക്ക് നിങ്ങളോട് സ്നേഹമാണ്, എനിക്ക് നിങ്ങളോട് മഹബ്ബത്താണ്, എനിക്ക് ഫത്വയുടെ ആവശ്യമില്ല, എനിക്ക് വേണ്ടത് നിങ്ങളാണ്. ഉബൈദ് ഇബ്നു ഉമൈർ, ഉബൈദ് ഇബ്നു ഉമൈർ തങ്ങൾ ഒരൽപ്പം അത്ഭുതപ്പെട്ടു പോയി. എന്താണ് മറുപടി പറയേണ്ടതെന്ന് തോന്നുന്നില്ല. അവിടെ എഴുന്നേറ്റ് ഓടിയാലോ, പെണ്ണൊന്ന് ശബ്ദിച്ചാൽ പ്രശ്നമാണ്, നാട്ടുകാർ എന്തൊക്കെ വിചാരിക്കുമല്ലോ. ഒരൽപ്പം സമയം ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഉബൈദ് ഇബ്നു ഉമൈർ തങ്ങൾ ചിന്തിക്കുന്നു. ചിന്തിച്ചുകൊണ്ട് ഉബൈദ് ഇബ്നു ഉമൈർ തങ്ങൾ ആ പെണ്ണിനോടൊരു ചോദ്യം ചോദിക്കുകയാണ്, അല്ലയോ മോളെ, നിന്റെ ആഗ്രഹം ഞാൻ സാധിപ്പിക്കാം, പക്ഷേ നിന്നോട് ചില ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. ഉബൈദ് ഇബ്നു ഉമൈർ തങ്ങൾ അവിടെന്ന് ചോദിക്കുകയാണ്, അല്ലയോ മോളെ, ഈ സമയമെങ്ങാനും അസ്റാഹീൽ വന്ന് നിന്റെ റൂഹെങ്ങാനും പിടിച്ച് നീ മരണപ്പെടുകയാണെങ്കിൽ നിന്റെ ആവശ്യം ഞാൻ നിറവേറ്റണോ എന്ന ഒരു ചോദ്യം ഉബൈദ് ഇബ്നു ഉമൈർ തങ്ങൾ ചോദിച്ചപ്പോ ആ പെണ്ണിന് മരണമെന്ന് കേട്ടപ്പോഴേക്ക് പേടി തോന്നിപ്പോയി. അല്ലാഹുമ്മ ലാ, ഈ സ്പോട്ടിൽ എനിക്ക് മരണം കിട്ടുകയാണെങ്കിൽ എനിക്കത് വേണ്ട. വീണ്ടും ഉമൈർ തങ്ങൾ അവിടുന്ന് ചോദ്യം ചോദിക്കുകയാണ്, നാളെ ആഖിറമാകുന്ന ലോകത്തേക്ക് വരുമ്പോ നിന്റെ ബലം കയ്യിലെ നിന്റെ രേഖപ്പെടുത്തിയ ഗ്രന്ഥം ആ കിതാബ് തരുമ്പോ വലം കയ്യിലാണോ ഇടത് കയ്യിലാണോ എന്ന് അറിയാത്ത സാഹചര്യം, അവിടെ നിനക്ക് രക്ഷപ്പെടാൻ കഴിയുമോ? അവിടെ നിനക്ക് എളുപ്പമാകുമോ? അങ്ങനെയാണെങ്കിൽ ഓക്കേ. അപ്പോഴും അവൾ പറയുന്നില്ല, അല്ലാഹുമ്മ ലാ, വേണ്ട വേണ്ട. ഉബൈദ് ഇബ്നു ഉമൈർ തങ്ങൾ ഒരുപാട് ചോദ്യം ചോദിക്കുന്നുണ്ട്. ഖബറാകുന്ന ലോകത്തേക്ക് എത്തിയപ്പോ മുൻകറും വനകീർ അലൈഹിമസ്സലാം നിന്നെ വന്ന് ചോദ്യം ചെയ്ത് നിന്നോട് ചോദ്യം ചോദിക്കുമ്പോ നിനക്കവിടെ എളുപ്പമാകുമോ?
നിനക്കവിടെ രക്ഷപ്പെടാൻ കഴിയുമോ? അവൾ പറയുന്നില്ല, ഇല്ല ഇല്ല. ആ പെണ്ണിന്റെ ഖൽബിനെ പൂർണ്ണമായും മാറ്റിയെടുക്കുന്നു ഉബൈദ് ഇബ്നു ഉമൈർ. ആരും കാണാത്ത സ്ഥലമാണ്, ആരും കാണുന്നില്ല, ആരും കേൾക്കുന്നില്ല. ഹറാമു ചെയ്യാനുള്ള എല്ലാ വഴികളും വന്നിട്ട് പോലും പേടിച്ചതാരെയാണ്? നാട്ടുകാരെയല്ല, കുടുംബങ്ങളെയല്ല, വീട്ടുകാരെയല്ല, തഖ്വല്ലാഹ്. അപ്പോൾ പറഞ്ഞു വന്നത് തഖ്വല്ലാഹ്, അല്ലാഹുവിനോടുള്ള തഖ്വ. ഉബൈദ് ഇബ്നു ഉമൈർ തങ്ങള് അവിടുന്ന് പേടിച്ചത് അല്ലാഹനെയാണ്. ആരും കണ്ടില്ലെങ്കിലും ആരും കേട്ടില്ലെങ്കിലും എന്നെ പടച്ച എന്റെ എല്ലാമായ രാജാധികാരനായ അല്ലാഹ് കാണുന്നുണ്ട്. ആ പെണ്ണ് വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു. വീട്ടിലേക്ക് മടങ്ങിപ്പോയി മുഴുവൻ സമയവും ഇബാദത്താണ്. ആ പെണ്ണിന്റെ ജീവിതം കൊണ്ട് ജീവിതത്തെ തന്നെ തഖ്വ കൊണ്ട് മാറ്റിയെടുത്തു. എത്രയെത്ര ചരിത്രമാണ് മഹത്തുക്കളെ ജീവിതത്തിൽ കഴിഞ്ഞു വന്നത്. എന്തുകൊണ്ടാണ് ഖുറത്തു സാദാത്ത് കൂറത്തങ്ങളെ ഞങ്ങൾ അനുസ്മരിക്കുന്നത്? തഖ്വയിലുള്ള ജീവിതം നമുക്ക് കാണിച്ചു തന്നു, ഈ ലോകത്തോട് വിട പറഞ്ഞു. അല്ലാഹു അവിടുത്തെ നോട്ടം ഞങ്ങളിലേക്ക് നൽകുമാറാകട്ടെ. ഖുറത്തു സാദാത്ത് കൂറത്തങ്ങൾ ഉസ്താദ് ഇവിടെ സ്വാഗത പ്രഭാഷണത്തിൽ, ഉദ്ഘാടന പ്രഭാഷണത്തിൽ ഉണർത്തിയതുപോലെ ഖുറത്തു സാദാത്ത് കൂറത്തങ്ങൾ ഉസ്താദ് പരിശുദ്ധമായ ഖുർആൻ ഖൽബിലേക്ക് നെഞ്ചിലേറ്റി മരണപ്പെടുന്നതിന്റെ മുമ്പ് ആയിരക്കണക്കിന് യാസീനുകൾ, ആയിരക്കണക്കിന് മുഅ്മിനീങ്ങളിലൂടെ പാരായണം ചെയ്യിപ്പിച്ചു. എത്ര ആളുകളെ കൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തിരുന്നത്? കൂറത്ത പള്ളിയുടെ പുറത്തെ പള്ളിയിലിരുന്നു കൊണ്ട് ഓരോ ദിവസം വരുന്ന നൂറുകണക്കിന് സാധുക്കളായ പാവങ്ങളായ ബേജാറുകളുള്ള വിഷമങ്ങളുള്ള പ്രയാസങ്ങളുള്ള രോഗികളായ നൂറുകണക്കിന് ആളുകൾ കർണാടകയിൽ നിന്ന് മാത്രമല്ല, കേരളത്തിൽ നിന്ന് മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്ന് മാരാവ്യാധി രോഗങ്ങൾ കടിമപ്പെട്ട നൂറുകണക്കിന് ആളുകൾ അവർ കടന്നു വന്നിരുന്നില്ലേ? ഞാനൊരു വലിയ സയ്യിദാണ്, ഞാനൊരു ഖാളിയാണ്, ഞാനൊരു ആലിമാണ്, അതൊന്നും കാണിക്കാതെ ഒരു സാധാരണക്കാരനെ പോലെ നമുക്ക് നേതൃത്വം നൽകി കാട്ടിക്കൂട്ടലിന്റെ പിന്നാലെയൊന്നു പോകാതെ ഈ ലോകത്തിൽ നിന്ന് ഭൗതിക ശരീരം വിട പറഞ്ഞാലും ഞങ്ങളെ ഖൽബിന്റെ ഉള്ളിലുള്ള നമ്മുടെ നേതൃത്വം അല്ലാഹ് അവരുടെ ദറജ നീ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, ലൗ അഖ്സമ അലല്ലാഹി ലഅബറാ. ആ അടിമകളെങ്ങാനും അല്ലാഹുവിനോട് പ്രാർത്ഥന നടത്തിയാൽ, അല്ലാഹുവിനോട് അവർ സത്യം ചെയ്തു പറഞ്ഞാൽ, ലൗ അഖ്സമ അലല്ലാഹി ലഅബറാ, അല്ലാഹു അത് വീട്ടുന്നതാണ്. അതുകൊണ്ടാണ് രോഗമുണ്ടാകുമ്പോൾ സയ്യിദമാരുടെ അടുത്തേക്ക് പോകുന്നത്, സാദാത്യങ്ങളുടെ അടുത്തേക്ക് പോകുന്നത്. കൂറത്തങ്ങൾ ഒരു സയ്യിദ് മാത്രമല്ല, സയ്യിദാണെങ്കിലും സയ്യിദുമാരിൽ തന്നെ അത്യുന്നത സ്ഥാനത്ത് നിൽക്കുന്ന വിദ്യാഭ്യാസ മേഖലയിൽ, ഇൽമിന്റെ മേഖലയിൽ, നോളജിന്റെ മേഖലയിൽ ഇടീ ലോകത്ത് തന്നെ ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്ന ഖബീലയാണ്
പറയുകയാണല്ലോ, ബുഖാരി സാദാത്തിങ്ങള്, ബുഖാരി സാദാത്തുങ്ങളിൽപ്പെട്ട വലിയ ആലിമായ ആധികാരികമായി ദീനീ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന, ഫത്വ നൽകാൻ പറ്റുന്ന, നൂറുകണക്കിന് മഹല്ലുകളുടെ ഖാളിയായിരുന്ന ഖുറത്തുസ് സാദാത്ത് അവരുടെ അനുസ്മരണ മജ്ലിസാണ് ഖുറത്തുസ് സാദാത്ത് ഖുറത്തങ്ങൾ ഉസ്താദ്. ഈ ലോകത്തോടെ വിട പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ നൂറുകണക്കിന് ആളുകൾ അവരെ ഖൽബ് പിടയുകയാണ്. നൂറുകണക്കിന് മുഅ്മിനീങ്ങൾ, ആയിരക്കണക്കിന് മുഅ്മിനീങ്ങൾ അവിടുന്ന് കരയുന്നു. എന്തുകൊണ്ടാണ്? ഖുറത്തുസ് സാദാത്ത് ഖുറത്തങ്ങൾ ഉസ്താദ് ഞങ്ങളോട് പറഞ്ഞു വെച്ചിരുന്നു, ഞാൻ വിട പറഞ്ഞാൽ നിങ്ങൾ ബേജാറാകണം, നിങ്ങൾ വിഷമിക്കണമല്ല. അല്ല, ഞങ്ങൾക്ക് ഒരു നേതൃത്വമായിരുന്നു, ഞങ്ങൾക്ക് ഒരു വഴികാട്ടിയായിരുന്നില്ലേ? പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, യർഫഇല്ലാഹുൽ ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. ഇൽമുള്ള ആളെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്, ആലിമീങ്ങൾക്ക് ഞങ്ങൾ ഉന്നതമായ സ്ഥാനം നൽകുന്നതാണ്. ഇൽമെന്ന് പറയുന്നത് ഒരു ചില്ലറ വിഷയമല്ല. ഫഇന്നൽ ഇസ്തിഗാല ബിൽ ഇൽമി മിൻ അഫ്ളലിത് ത്വാഅത്തി വഔലാ മാ ഉൻഫിഖത് ഫീഹി നഫായിസുൽ ഔഖാത്ത്. ഇമാമുന നവവി റളിയല്ലാഹു അൻഹു ശർഹുൽ മുഅദ്ദബിൽ രേഖപ്പെടുത്തുന്നതായി കാണാം, സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ, സുന്നത്ത് നോമ്പ് നോക്കുന്നതിനേക്കാൾ പുണ്യമായ കർമ്മം ഇൽമു പഠിക്കലാണ്, ഇൽമുമായി കൂടലാണ്, ഇൽമു കേൾക്കലാണ്, ഇൽമു പറഞ്ഞു കൊടുക്കലാണ്, ഇൽമിന്റെ സദസ്സിലേക്ക് കടന്നു പോകലാണ്. ഇൽമെന്ന് പറയുന്നത് ചില്ലറ വിഷയമല്ല. ലോകത്ത് കഴിഞ്ഞുപോയ അമ്പിയാക്കളെ എടുത്തു നോക്കിയാൽ, ലോകത്ത് കഴിഞ്ഞുപോയ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം ഒരു അത്യുന്നത ഡോക്ടറായിരുന്നില്ല. ഉബ്രിഹുൽ അക്മഹ വൽ അബ്റസ വ ഉഹ്യിൽ മൗതാ, വെള്ളപ്പാട് രോഗം മാറ്റിയിരുന്നു, അന്ധത മാറ്റിയിരുന്നു. ഏതുവരെ എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടവരെ വരെ ഈസാ നബി അലൈഹിസ്സലാം ജീവിപ്പിച്ചിരുന്നു. അല്ലാഹു കൊടുത്ത മുഅ്ജിസത്ത് പ്രകാരം ഈസാ നബി അലൈഹിസ്സലാം അത്ഭുതങ്ങൾ കാണിച്ചില്ലേ? ആരാണ് ലോകത്തേക്ക് ആദ്യമായി റേഷൻ കിറ്റ് അരി വിതരണം ചെയ്തത്? ആരാണ്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ആണോ? അല്ല, അല്ല. ഇന്നത്തെ പ്രധാനമന്ത്രിയാണോ? അല്ല, അല്ല. 1000 വർഷങ്ങൾക്ക് മുമ്പ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ ഭരണത്തിന്റെ പരിധിയിൽ വരുന്ന പാവപ്പെട്ട ആളുകൾക്ക് റേഷൻ വിതരണം ചെയ്തിരുന്നു എന്ന് നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. ഓരോ അമ്പിയാക്കളും ഓരോരു വിഷയത്തിൽ അഗ്രഗണ്യരായിരുന്നു. എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ബദർ രണാങ്കണത്തിൽ ശത്രുക്കളോട് ശക്തമായ പോരാട്ടം നടത്തി ശത്രുക്കളെ ബന്ധനയിലാക്കിയപ്പോ, അവർ മോചനം ആവശ്യപ്പെട്ടപ്പോൾ നബി തങ്ങൾ അവിടെന്ന് പറഞ്ഞത്, നിങ്ങൾക്ക് മോചനം നൽകാം, അൻസാരികളായ ഞങ്ങളെ മക്കൾക്ക് നിങ്ങൾ എഴുത്തു പഠിപ്പിച്ചു കൊടുക്കണേ, നിങ്ങൾ അറിവ് പഠിപ്പിച്ചു കൊടുക്കണേ. ഇൽമ എന്നുള്ള വിഷയം
അതൊരു ചില്ലറ വിഷയമല്ല. ആലിമീങ്ങളെ ഞങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും കുറവാക്കാൻ പാടില്ല. ആലിമീങ്ങൾക്കുള്ള ബഹുമാനം അതുന്നതമായ സ്ഥാനമാണ്. അത് അല്ലാഹു നൽകുന്ന സ്ഥാനമാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു സംഭവം ഇബ്നു ഹജറിൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അവിടുന്ന് രേഖപ്പെടുത്തുകയാണ്. അന്ത്യനാൾ വരുമ്പോ ഈ ലോകത്ത് ജീവിക്കുന്ന ആളുകൾ 5 കാര്യം അവർക്ക് വല്ലാത്ത ഇഷ്ടമാണ്. 5 കാര്യം അവർ മറന്നുപോകും. അവർ ഓർക്കേണ്ട 5 കാര്യങ്ങൾ മറന്നുകൊണ്ട് മറ്റു 5 കാര്യങ്ങൾ അവർ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അതേതാണെന്ന് പറഞ്ഞാൽ യുഹിബ്ബൂന ദുനിയാ, ദുനിയാവിനെ ഇഷ്ടപ്പെടുന്നവര് സമൂഹം എവിടെയുണ്ടാകും? ദുനിയാവിനെ ഇഷ്ടപ്പെടുന്നത് മാത്രമാണ്. പക്ഷേ വയുസൗനൽ ഉഖ്ബാ, അവർ ആഖിറത്തെ മറന്നുപോകുന്നു, അവർ ഖബറിനെ മറന്നുപോകുന്നു, അവർ മഹ്ശറയെ മറന്നുപോകുന്നു. പാരത്രികമായ ഒരു ലോകമുണ്ട് എന്ന ഒരു ചിന്ത അവർക്കില്ല. അവർക്ക് ഈ ഭൗതികമായ ദുനിയാവ് മാത്രമാണ്. യുഹിബ്ബൂന ദൂറ വയൻസൗനൽ ഖുബൂർ, ഈ ഭൗതികമായ ആഗ്രഹങ്ങളെ മാത്രം ആഗ്രഹിക്കുന്ന ആളുകൾ നാളത്തെ കിടക്കാനുള്ള ഖബറിനെ മറന്നുപോകുന്നു. വയുഹിബ്ബൂനൽ മാല വയൻസൗനൽ ഹിസാബ്, സമ്പത്തുണ്ടാക്കാൻ വേണ്ടി എപ്പോഴും ആഗ്രഹമാണ്. സമ്പത്ത് സമ്പത്ത് എന്ന് സമ്പത്തിന്റെ പിന്നാലെ പോയി നിസ്കാരമില്ലാത്ത അവസ്ഥ, ഫർളായ കർമ്മങ്ങളില്ലാത്ത അവസ്ഥയിലേക്ക് നീങ്ങിപ്പോകുന്നവര് സമൂഹം ഇവിടെ ഉണ്ടാകുമെന്നുണർത്തുകയാണ്. യുഹിബ്ബൂനൽ അയാൽ, കുടുംബത്തോട് മക്കളോട് വല്ലാത്ത സ്നേഹമാണ്. അതേ സമയമുണ്ടല്ലോ ഹക്കിനെ മറച്ചു വെക്കുന്നു, സത്യത്തിന്റെ പിന്നാലെ പോകുന്നില്ല. ഹറാമായ രൂപത്തിൽ കുടുംബം പോറ്റുന്നു. ഹറാമാണോ ഹലാലാണോ എന്നറിയാത്ത ഭക്ഷണമാണ് കഴിക്കുന്നത് എന്ന് മഹത്തുക്കൾ വിശദീകരിക്കുകയാണ്. സ്വന്തം ശരീരത്തെ വല്ലാണ്ട് ഇഷ്ടപ്പെടുന്നു, അല്ലാഹനെ മറന്നുപോകുന്നു. ഇതെന്തിനാണ് ഞാൻ നിങ്ങളോട് ഉണർത്തിയത്? ഈ മറന്നു പോകുന്നു എന്ന് പറഞ്ഞ 5 കാര്യങ്ങളും എപ്പോഴും ഖുറത്തു സാദാത്ത് ഖുറത്തങ്ങൾ ഉസ്താദ് പറഞ്ഞിരുന്നത് അല്ലാഹനെ മറക്കരുതേ, എപ്പോഴും സത്യം പറയുന്നവരാകണേ, നിലപാടുകളിൽ അചഞ്ചലമായി അടിയുറച്ചു നിന്ന ഞങ്ങളെ നേതൃത്വം ഖുറത്തു സാദാത്ത് ഖുറത്തങ്ങൾ ഉസ്താദ് അല്ലാഹുവിന്റെ കോടതിയെ ഭയന്നിരുന്ന മഹാനാണ്. ഖബറിനെ കുറിച്ച് ഞങ്ങളോട് ബോധവൽക്കരണം നടത്തിയിരുന്നു, ആഖിറത്തെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. ഉഖ്റവിയായ ആലിമാണ്, ഉഖ്റവിയായ സയ്യിദാണ് എന്നതിൽ നമുക്കൊരു സംശയമില്ല. എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഈ ഇന്ത്യ രാജ്യത്തേക്ക് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലഘട്ടത്ത് പരിശുദ്ധമായ ദീന് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു അവരുടെ സംഘവും നമ്മുടെ ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്നു. ഇവിടെ ദീനിന്റെ പ്രചരണം നടത്തി, ഒരുപാട് പള്ളികൾ ഉണ്ടാക്കി. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് 3 തവണയായി ഇവിടെ ഇസ്ലാമിന്റെ നവോത്ഥാനം നടന്നിട്ടുണ്ട്.
നടന്നിട്ടുണ്ട്. ഒന്ന് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് ഇവിടെ ഇസ്ലാമിക നവോത്ഥാനം വിപ്ലവമുണ്ടായത്. അതിന്റെ ശേഷം രണ്ടാമത്തെ ഒരു ഇസ്ലാമിക വിപ്ലവം അത് പൊന്നാനി മഖ്ദൂമിങ്ങളെ കൊണ്ടാണ്. അവരെത്ര പള്ളികളാണ് ഉണ്ടാക്കിയത്, അവരെത്ര ഗ്രന്ഥങ്ങളാണ് രചിച്ചത്, അവരെത്ര ആലിമീങ്ങളെയാണ് വളർത്തിയെടുത്തത്. അതിന്റെ ശേഷം നമ്മുടെ ഇന്ത്യയിൽ നടന്ന ഒരു ഇസ്ലാമിക വിപ്ലവം 1921 കാലഘട്ടത്തിൽ വഹാബി ആശയം നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്നപ്പോൾ പ്രബുദ്ധരായ ആലിമീങ്ങളോ വലിയ വലിയ പണ്ഡിതന്മാർ അവർ കൂടെ ഇരുന്ന് മുശാവറ നടത്തി, അവർ ചർച്ച നടത്തി, അവർ സമസ്ത എന്ന വലിയ ഒരു പ്രസ്ഥാനത്തിന് ശിലഭാഗിയില്ലേ. 3 തവണയായി ഇസ്ലാമിക നവോത്ഥാനം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നടന്നിട്ടുണ്ട്. അതിനെല്ലാം നേതൃത്വം നൽകിയത് ആലിമീങ്ങളാണ്, സയ്യിദുമാരാണ്. താജുൽ ഉലമയെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ. 60ഓളം വർഷങ്ങളോ നമ്മുടെ കർണാടകയിലെ ഉള്ളാള പ്രദേശത്ത് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആലിമീങ്ങളെ ഈ സമുദായത്തിലേക്ക് വാർത്തെടുത്ത താജുൽ ഉലമയെ മറക്കാൻ കഴിയുമോ? താജുൽ ഉലമയുടെ ഭൗതികമായ ആഗ്രഹത്തിന് വേണ്ടി ജീവിച്ചില്ല. ഇവിടത്തെ പത്രാസിന് വേണ്ടി, ഇവിടത്തെ പരുദീസിന് വേണ്ടി, ഇവിടത്തെ പണത്തിന് വേണ്ടി താജുൽ ഉലമയുടെ ജീവിതം നീക്കിവെച്ചില്ല. ഖുറത്തു സദാത്ത് ഖുറത്തങ്ങൾ ഉസ്താദ് ഭൗതികമായ ആവശ്യത്തിന് വേണ്ടിയല്ല നീക്കിവെച്ചത്. ഇവിടെ ജീവിക്കുന്ന മുഅ്മിനീങ്ങളോട് ദീനീ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകി ആഖിറത്തിന്റെ വിഷയത്തിന് നേതൃത്വം നൽകാനാണ് ഞങ്ങൾക്ക് നേതൃത്വം നൽകിയതല്ലേ. മൺമറഞ്ഞ എല്ലാ ആലിമീങ്ങളും എല്ലാ സാദാത്യങ്ങളെ ജീവിതം പരിശോധിച്ചു നോക്കിയാൽ അവർ തഖ്വയോടെ ജീവിച്ചവരാണ്. എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, അല്ലാഹ്ക്ക് ചില അടിമകളുണ്ട്. അവരെങ്ങാനും അല്ലാഹ്നോട് പ്രാർത്ഥിച്ചാൽ അല്ലാഹ് അത് വീട്ടിക്കൊടുക്കുന്നതാണ്. അല്ലാഹുവിനോടടുത്ത് ഇബാദത്ത് ചെയ്ത് ആരാധനയിൽ അല്ലാഹുവിനെ മാത്രം തനിപ്പിച്ച് എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്ത് ഹുവൽ ആലിമു ബില്ലാഹി ഫീ ത്വാഅതിഹി വൽ മുഖ്ലിസു ഫീ ഇബാദതിഹി. ആരാണ് വലിയെന്ന് ഇബ്നു ഹജറിൽ അസ്ഖലാനി തങ്ങൾ അവിടെന്ന് പറയുകയാണ്. അല്ലാഹനെ വേണ്ടതുപോലെ അറിഞ്ഞവരാണ്, അല്ലാഹ്ക്ക് മാത്രം ആരാധന നടത്തിയവരാണ്. അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്ന അടിമകളെ, എന്റെ ഔലിയാക്കളെ ആരെങ്കിലും എതിർത്താൽ അവരോട് ശത്രുത വെക്കുന്നത് ആ വലിയന്റെ കുടുംബമല്ല, ആ വലിയന്റെ നാട്ടുകാരല്ല. മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. മൻ ആദാലി വലിയൻ, എന്റെ ഒരു വലിയനോട് ആരെങ്കിലും ശത്രുത വെച്ചാൽ അവനോട് ഞാൻ യുദ്ധപ്രഖ്യാപനം നടത്തുമെന്ന് ഒരു ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹ് പഠിപ്പിക്കുമ്പോൾ, സ്വഹീഹുൽ ബുഖാരി അത് രേഖപ്പെടുത്തുമ്പോൾ, ഒരു ആലിമിനെയും ഞങ്ങൾ കുറവാക്കുന്നവരാകരുത്, ഒരു സയ്യിദിനെയും ഞങ്ങൾ ചീത്ത പറയുന്നവരാകരുത്. ആലിമീങ്ങളെല്ലാം ആലിമീങ്ങളാണ്, സാദാത്യങ്ങളെല്ലാം ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബമാണ്. അള്ളവർക്ക് പവർ കൊടുത്തിട്ടുണ്ട്, അല്ല കറാമത്ത് നൽകിയിട്ടുണ്ട്. ഖുറത്തുൽ ഉസ്താദിനെ പറയുമ്പോ നൂറുകണക്കിന് സംഭവങ്ങൾ പറയാനുണ്ട്. നമ്മുടെ ഈ ജമാഅത്തിൽ തന്നെ 4 വർഷത്തോളം സേവനം ചെയ്ത ഷരീഫ് ഹിമമി എന്ന് പറയുന്ന ഉസ്താദ് ഇന്ന് ചെന്നാറയിൽ മുഅല്ലിമായി സേവനം ചെയ്യുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ് 6 വർഷം കഴിഞ്ഞ് കുട്ടികളുണ്ടാകുന്നില്ല. പല ഡോക്ടർമാരെയും സമീപിച്ചു. മംഗലാപുരത്തും പുത്തൂരിലുമുള്ള പല ഡോക്ടർമാരെയും സമീപിച്ചു. ഒരുപാട് മരുന്നുകൾ കൊടുത്തു. അവിടെ നിന്ന് മക്കളുണ്ടാകുന്നില്ല. അവസാനം ഭാര്യയോട് പറഞ്ഞു, ഞങ്ങൾക്കൊന്നു കൂറത്തങ്ങൾ ഉസ്താദിന്റെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോ ഭാര്യ പറഞ്ഞു, അത്ര ഇനി ഞാൻ ഒരാളത്തേക്കും വരുന്നില്ല, എനിക്ക് പോയി പോയി മടുത്തുപോയി, ഇതെന്റെ അവസാനത്തെ പോക്കാണ് മരുന്നിന് വേണ്ടി എന്ന് ബേജാറോടുകൂടെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നു. കൂറത്തേക്ക് വരുന്നു. കൂറത്തങ്ങളെ മുമ്പിൽ വന്ന് പറയുന്നു, പരാതി പറയുന്നു, ബേജാറ് പറയുന്നു. എന്ത് വിഷമം പറഞ്ഞാലും എന്താവലാതി പറഞ്ഞാലും ആര് കൈവെടിഞ്ഞാലും അല്ല കൈവിടില്ലല്ലോ എന്ന ആശ്വാസവാക്കാണല്ലോ തങ്ങളെല്ലാവരോടും പറയാറുള്ളത്. അവിടുന്ന് മന്ത്രിക്കുന്നു, വെള്ളം മന്ത്രിച്ചു കൊടുക്കുന്നു. 41 ദിവസം യാസീനോദാൻ പറയുന്നു. മടങ്ങിപ്പോകുന്നു. 3 മാസമാകുമ്പോഴേക്കും ആ ഉസ്താദിന്റെ ഭാര്യയുടെ സന്തോഷ വാർത്ത, ഗർഭിണിയാണ്. മാസങ്ങൾക്ക് മുമ്പ് പ്രസവിക്കുന്നു. ആ കുഞ്ഞിനെയും കൂട്ടി ആ ഉസ്താദും ഭാര്യയും വരുന്നു. തങ്ങളടുത്തേക്ക് വന്ന് സന്തോഷം പറയുന്നു. തങ്ങളെ കൊണ്ട് പേര് വെക്കാൻ പറയുന്നു. മുഹമ്മദ് ആശിർ എന്ന പേര് തങ്ങൾ ഉസ്താദ് നിർദ്ദേശിക്കുന്നു. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അവരുടെ നാവിൻ നഫറുണ്ട്. അവർ ഒരു വാക്ക് പറഞ്ഞാൽ അല്ലാഹു അത് നമുക്ക് സാധിപ്പിച്ചു തരും. കാരണം അവർ ചില്ലറക്കാരല്ല, അവർ ഞങ്ങളെപ്പോലത്തെ സാധാരണക്കാരല്ല. താജുൽ ഉലമ അവിടുത്തെ ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസൽ കോയമ്മ തങ്ങൾ ഒരു ചില്ലറക്കാരനല്ല, നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് താജുൽ ഉലമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു സംഭവം കൂടി നിങ്ങളോട് ഉണർത്തുകയാണ്. കൂറത്തങ്ങൾ ഉസ്താദ് ഒരു വേദിയിൽ പ്രഭാഷണം നടത്തുമ്പോ ഒരു വിഷയം അവിടെ നിന്ന് പറയുകയാണ്. ഒരു ദിവസം കൂറത്തേക്ക് തങ്ങൾ ഉസ്താദിന്റെ അടുത്തേക്ക് ഒരു കുടുംബം കടന്നു വരുന്നു. അങ്ങകലയുള്ള മൂടബിദിര നാട്ടുകാരാണ്. കൂറത്തങ്ങൾ ഉസ്താദിന്റെ അടുത്തേക്ക് കടന്നു വരുന്നു. വന്നുകൊണ്ട് പറയുകയാണ്, 30 വർഷം പ്രായമുള്ള മകനെയും കൂട്ടിയാണ് വരുന്നത്. ആ മകനിക്ക് ഒരു രോഗമുണ്ട്, തമ്മീസില്ലാത്ത കുട്ടിയാണ്, ബുദ്ധിക്ക് വകതിരിവില്ലാത്ത കുട്ടിയാണ്, മകനാണ്. 30 വയസ്സ് പ്രായമുള്ള മകനെയും കൂട്ടി കുടുംബം വരുന്നു തങ്ങളെ അടുത്തേക്ക്. തങ്ങളോട് പറയുകയാണ്, തങ്ങളെ 30 വയസ്സ് പ്രായമുള്ള ഞങ്ങളെ മകനെ ചേലാ കർമ്മം ചെയ്യപ്പെട്ടിട്ടില്ല, സുന്നത്ത് കർമ്മം ചെയ്തിട്ടില്ല. അവിടുന്ന് തങ്ങൾ ചോദിച്ചു, എന്തുകൊണ്ട് 30 വർഷം പ്രായമായും നിങ്ങൾ സുന്നത്ത് കർമ്മം ചെയ്യാത്തത്? ആ കുടുംബം പറയുകയാണ്, ഞങ്ങളെ മകനിക്ക് തമ്മീസില്ല, വകതിരിവില്ല, ബുദ്ധിയില്ലാത്ത ഒരു കുട്ടിയാണ്. ഈ കുട്ടിയെ എങ്ങാനും സുന്നത്ത് കർമ്മം നിർവഹിച്ചാൽ ഈ കുട്ടിയുടെ ശരീരത്തിൽ ഒരു രോഗമുണ്ട്, രക്തം വലിച്ചു വന്ന് രക്തം നിൽക്കാതെ മരണം സംഭവിക്കുമെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. അത് പേടിച്ച് ഞങ്ങൾ സുന്നത്ത് കർമ്മം ചെയ്തിട്ടില്ല.
അപ്പോഴാണ് തങ്ങൾ പറയുന്നത്, നിങ്ങൾ പേടിക്കണ്ട, വെള്ളം മന്ത്രിച്ചു കൊടുക്കുന്നു. 41 ദിവസം ബദരീങ്ങളെ പേരിൽ യാസീൻ ഓതാൻ പറയുകയാണ്. കുടുംബം വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു. എല്ലാ ദിവസവും വെള്ളത്തിലേക്ക് യാസീൻ ഓതി ഊതി മന്ത്രിച്ചു കൊടുക്കുന്നു. ആ കുട്ടിയെ കുളിപ്പിക്കുന്നു. 39ാമത്തെ ദിവസം ആ വീട്ടുകാർ തങ്ങൾ ഉസ്താദിന് ഫോൺ വിളിക്കുകയാണ്. തങ്ങളെ, ഇന്നലെ രാത്രി അത്ഭുതമാണ് ഞങ്ങളെ വീട്ടിൽ നടന്നത്, വല്ലാത്ത അത്ഭുതമാണ്. രാത്രി ഞങ്ങൾ യാസീനോദി വെള്ളത്തിൽ മന്ത്രിച്ചൂതി ഞങ്ങളെ മകന് കൊടുത്തു കിടത്തി ഉറങ്ങിയതാണ്. രാവിലെ എഴുന്നേറ്റു നോക്കുമ്പോൾ സ്വപ്നത്തിൽ ചില കർമ്മം ചെയ്യപ്പെട്ടിട്ടുണ്ട്. സ്വപ്നത്തിൽ സുന്നത്ത് കർമ്മം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആരാണ് ചെയ്തത്? ബദരീങ്ങളാണ്. തങ്ങളെവിടെന്ന് പറഞ്ഞു അത്രേ. അതുകൊണ്ടാണ് ബദരീങ്ങളെ പേരിൽ യാസീൻ ഓതാൻ പറഞ്ഞത്. ബദരീങ്ങളാണ് സുന്നത്ത് കർമ്മം ചെയ്തു തന്നത്. എന്തൊരത്ഭുതമല്ലേ! അള്ളാന്റെ ഇഷ്ടപ്പെട്ട അടിമകൾക്ക്, അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക്, അള്ളാഹുവിന്റെ അമ്പിയാക്കൾക്ക് അവർക്ക് അത്ഭുതം കാണിക്കാൻ കഴിയുന്നതാണ്. അള്ളാഹ് കൊടുത്ത പവറാണ് ഇത്. ഖുറത്തു സാദാത്ത് ഖുറത്തങ്ങൾ ഉസ്താദ് തന്നെ പറഞ്ഞതാണ്. യൂട്യൂബിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ഒരു കുറച്ച് ദിവസം മുമ്പ് ഒരു സ്ഥലത്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി കഴിഞ്ഞപ്പോൾ ഒരു യുവാവായ ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞു, ഉസ്താദേ, എന്റെ ഉമ്മക്ക് പെട്ടെന്ന് ഒരു രോഗമുണ്ടായി. 60 വയസ്സ് കഴിഞ്ഞ് 70 അടുക്കുന്ന എന്റെ ഉമ്മ, ആ ഉമ്മയെ മംഗലാപുരത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. വല്ല വിദഗ്ധരായ ഒരു ഡോക്ടറിന്റെ അടുത്തേക്ക് കൊണ്ടുപോയപ്പോ എല്ലാ ചെക്കപ്പുകളും നടത്തി ഡോക്ടർ പറഞ്ഞു, ഉമ്മയുടെ ശരീരത്തിൽ ഒരു മാരക രോഗമുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ വല്ലാത്ത പേടിച്ചു. ഉമ്മയുടെ ശരീരം ജീർണിച്ചു വരുന്നുണ്ട്. ഉമ്മയുടെ ശരീരം 38 കിലോയായി മാറിയിട്ടുണ്ട്. ഹൈദർ അലി എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ് എന്നോട് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഉമ്മയെ കുറിച്ചാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ഒരു ഉസ്താദാണ്. സേട വരുന്നു കൂറത്തങ്ങളുടെ അടുത്തേക്ക്. കൂറത്തങ്ങളോട് വന്ന് പറയുകയാണ്, ഉമ്മക്ക് ഒരു രോഗമുണ്ട്, ഡോക്ടർമാർ ഞങ്ങളെ പേടിപ്പിച്ചു കളഞ്ഞു, ശരീരത്തിലൊരു മാരക രോഗമുണ്ടെന്ന് പറയുന്നുണ്ട്, ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ തങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പറയുന്നു. മരുന്ന് കുടിക്കണ്ട എന്ന് പറയുന്നു. അങ്ങനെ 41 ദിവസം ആ കുടുംബത്തോടും യാസീൻ ഓതാൻ പറയുന്നു. രോഗം മാറുന്നു. രോഗം പൂർണ്ണമായും മാറുകയാണ്. 41 ദിവസം കഴിഞ്ഞപ്പോൾ കൂറത്തങ്ങൾ ഉസ്താദ് പറഞ്ഞു, ഏത് ഡോക്ടറെയാണോ 41 ദിവസം മുമ്പ് നിങ്ങൾ കണ്ടത്, അതേ ഡോക്ടറിന്റെ അടുത്തേക്ക് നിങ്ങളെ ഉമ്മയെ കൂട്ടിക്കൊണ്ടുപോയി ചെക്കപ്പ് നടത്തണം. മംഗലാപുരത്ത് പോയി അതേ ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറയുകയാണ്, 41 ദിവസം മുമ്പുണ്ടായിരുന്ന രോഗം ഈ ഉമ്മയുടെ ശരീരത്തിലില്ല. റബ്ബേ, ആ ഉമ്മക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. ആലിമീങ്ങളെ സ്നേഹിക്കുന്ന ഉമ്മയാണ്, ആരോഗ്യം നൽകണേ അല്ലാഹ്. ആഫിയത്തോടെയുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുത്തുച്ചയോട് തങ്ങൾ ഉസ്താദിനെ കുറിച്ച് ചോദിച്ചപ്പോ പുത്തുച്ചക്ക് ബായി തുറന്ന് പറയാൻ കഴിയുന്നില്ല.
അവിടുന്ന് കരയുകയാണ്. ഉസ്താദേ, ഞാൻ എന്ത് പറയാനാണ്, ഞങ്ങളെ ബന്ധം അങ്ങനെയായിരുന്നു. 33 വർഷം മുമ്പ് കുറത്തേക്ക് വന്നിരുന്നെങ്കിൽ ആ സമയം മുതൽക്ക് തന്നെ ഈ നാട്ടുകാരോട് സ്നേഹമാണ്. ഇവിടുത്തെ ദഫ് മുട്ടുന്ന ആളുകൾ കുറത്തേക്ക് പോയിരുന്നു. തങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള വണ്ടി ഇവിടെ നിന്നാണ് പുത്തുച്ചയുടെ വണ്ടി കടത്തിയിരുന്നത്. ഈ നാട്ടിലെ എല്ലാ മജ്‌ലിസുകളിലേക്കും കടന്നു വന്നിരുന്നില്ലേ? നമ്മുടെ മുകളിലെ ദർസിന്റെ ബിൽഡിംഗ് തുടങ്ങാൻ പ്രയാസമായപ്പോ പല രൂപത്തിലും ചിന്തിച്ചത് തടസ്സമായി നിൽക്കുമ്പോൾ ഞങ്ങളെ ജമാഅത്ത് കമ്മിറ്റിക്കാർ തങ്ങളെ കാണുന്നു, ബദർ മൗലിദ് ഓതാൻ നിർദ്ദേശിക്കുന്നു. ആഴ്ചകൾക്ക് ശേഷം നമുക്ക് ദർസിന്റെ ബിൽഡിംഗ് തുടങ്ങാൻ കഴിയുന്നു. എന്ത് പ്രയാസം പറഞ്ഞപ്പോഴും എന്ത് വിഷമങ്ങൾ പറഞ്ഞപ്പോഴും ഞങ്ങൾ നിർദ്ദേശിച്ചിരുന്നത് യാസീനോദാനാണ്. ബദരീങ്ങളെ പേരിൽ ബദർ മൗലിദ് ഓതാനാണ്. ബദരീങ്ങളോടുള്ള മഹബ്ബത്താണ്. ഞങ്ങളെ സദസ്സിലേക്ക് ഖുറത്തു സാദാത്ത് ഖുറത്തങ്ങൾ ഉസ്താദ് അവരെ മകൻ വരുന്നുണ്ടല്ലോ. വന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നമ്മുടെ സദസ്സ് ധന്യമാണ്. ഖുറത്തു സാദാത്ത് ഖുറത്തങ്ങൾ ഉസ്താദ് അവരുടെ മൂത്ത മകൻ നമ്മുടെ സദസ്സിലേക്ക് എത്തിക്കഴിഞ്ഞു. ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഖുറത്തു സാദാത്ത് ഖുറത്തങ്ങൾ ഉസ്താദ് വിട പറയുമ്പോ കർണാടകയിലെ ആയിരക്കണക്കിന് ആലിമീങ്ങളായ ഒരുപാട് ആലിമീങ്ങൾ, സയ്യിദുമാരടങ്ങുന്ന സഖാഫികൾ, 1000 ചില്ലാര സഖാഫികൾ ബീച്ച് റോഡ് അടുത്തുള്ള വലിയ ഒരു ഹാളിൽ തടിച്ചുകൂടിയിട്ടുണ്ട്. മഹാനായ സുൽത്താനുൽ ഉലമ അവിടത്തേക്ക് നേതൃത്വം നൽകാൻ വരുന്നുണ്ട്. അപ്പോഴാണ് കേൾക്കുന്നത്, നമ്മുടെ നേതൃത്വം മൺമറഞ്ഞുവല്ലോ. അവിടെയിൽ നിന്ന് ആയിരക്കണക്കിന് ആലിമീങ്ങളോ ഉള്ളാളത്തേക്ക് കടന്നു പോകുന്നു. ഇന്നല്ലദീന ആമനൂ വഅമിലു സ്സാലിഹാത്തി സയജ്അലു ലഹുമുർ റഹ്മാനു ഉദ്ദാ. അല്ലാഹു ഒരാളെ സ്വീകരിച്ചു എന്നതിന്റെ അടയാളം ആയിരക്കണക്കിന് ആളുകളുടെ ഖൽബിന്റെ ഉള്ളിൽ അവരോടുള്ള മഹബ്ബത്താണ്. അവിടുത്തെ ജനാസ നിസ്കാരത്തിൽ ഒന്നൊരുമിച്ചു കൂടാൻ ആയിരക്കണക്കിന് ആളുകൾ എട്ടിക്കുളയിലെ പള്ളിയുടെ പരിസരത്ത് ഒരുമിച്ചു കൂടിയില്ലേ? ജാമിഅ സഅദിയ അറബിയുടെ മുറ്റത്തേക്ക് ജനാസ കൊണ്ടുവന്നപ്പോ നൂറുകണക്കിന് സദാത്യങ്ങളോ, ആയിരക്കണക്കിന് മുത്തഅല്ലിമീങ്ങളോ, നൂറുകണക്കിന് ആലിമീങ്ങളോ അവിടുന്ന് ഒരുമിച്ചു കൂടി ജനാസ കർമ്മം അവിടെ നിസ്കാരത്തിന് നേതൃത്വം നൽകുന്നു. ഉള്ളാളത്തേക്ക് ജനാസ എത്തിയപ്പോൾ എന്തോ ഒരു തടിച്ചുകൂടിയ ആൾക്കൂട്ടമാണ്. ജനങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. പള്ളിയുടെ ഉള്ളിൽ നിൽക്കാൻ സ്ഥലമില്ല, ശ്വാസം അയച്ചു വിടാൻ കഴിയുന്നില്ല. പലരും കണ്ണിന്റെ മുമ്പിൽ കണ്ടതാണ്. മണിക്കൂറുകളോളം കാത്തിരുന്നു, ബോധം കെട്ടുവീടുന്നു. അവരെല്ലാം ഓടി വന്നത് അവിടത്തോടുള്ള മഹബ്ബത്ത് കൊണ്ടാണ്. ആയിരക്കണക്കിന് മുഅ്മിനീങ്ങളെ ജനാവലിയോടുകൂടെ ഇന്നത്തെ ലോകത്തിൽ അറിയപ്പെടുന്ന ആധികാരിക പണ്ഡിതൻ നമ്മുടെ നേതൃത്വമായ സുൽത്താനുൽ ഉലമ. നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ അല്ലാഹ്. അവിടുന്ന് നിസ്കാരത്തിന് നേതൃത്വം നൽകുന്നു.
ഉള്ളാളത്തിൽ നിന്ന് കൂറത്തേക്ക് അവിടുത്തെ ജനാസ കൊണ്ടുവന്നപ്പോ ഈ നാട്ടുകാരെല്ലാം കൂറത്തേക്ക് കടന്നുപോയവരാണല്ലോ. ആയിരക്കണക്കിന് ആളുകൾ അവിടെ തടിച്ചുകൂടുന്നു. എല്ലാവരും പറയുന്നത് ഒന്നേ ഉള്ളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. സുന്ദരമായ വചനധ്വനിയോടുകൂടെ അവിടുന്ന് ജനാസയെ വരവേൽക്കുന്നു. ആയിരക്കണക്കിന് മുഅ്മിനീങ്ങൾ തടിച്ചുകൂടി അവിടുന്ന് ജനാസ നിസ്കാരം മറ്റു കർമ്മങ്ങൾ നടക്കുകയാണ്. മഹത്തുക്കൾ അവിടുന്ന് പറയുകയാണ്, ഇദാ മാതൽ അബ്ദു സ്വാലിഹു, ഒരു സ്വാലിഹായ അടിമ മരിച്ചാൽ ബകാ അലൈഹി മുസല്ലാ, അദ്ദേഹം സുജൂദ് ചെയ്യുന്ന ഭൂമി കരയുന്നതാണ്, മുസല്ല കരയുന്നതാണ്, തസ്ബീഹ് മാല കരയുന്നതാണ്, പള്ളി കരയുന്നതാണ്, നാട് കരയുന്നതാണ്, വെള്ളത്തിന്റെ അടിയിലുള്ള മത്സ്യം വരെ കരയുന്നതാണ്, ആകാശങ്ങളിൽ പാറിക്കളക്കുന്ന പക്ഷികൾ കരയുന്നതാണ്. കാരണം ആലിമിന്റെ വിയോഗമാണ്. മൗത്തുൽ ആലിം മുസീബത്തുൻ, ആലിമിന്റെ മരണം മുസീബത്താണ്. ലാ തുജ്ബർ, അതിനൊരു പരിഹാരമില്ല. വസുൽമത്തുൽ ലാ തുസദ്ദു, വിടവടക്കാൻ പറ്റാത്ത പരിഹാരമില്ലാത്ത മുസീബത്താണ്. താജുൽ ഉലമ വിട പറഞ്ഞപ്പോ ആ വിടവടക്കാൻ ഒരു ആലിമ് വന്നില്ല, വരികയുമില്ലല്ലോ. നൂറുൽ ഉലമ വിട പറഞ്ഞപ്പോൾ, ശറഫുൽ ഉലമ വിട പറഞ്ഞപ്പോൾ, പൊസോട്ടു തങ്ങൾ വിട പറഞ്ഞപ്പോൾ, ത്വാഹിറുൽ അഹ്ദൽ വിട പറഞ്ഞപ്പോൾ, കൻസുൽ ഉലമ മല പോലോത്ത പണ്ഡിതന്മാർ ഞങ്ങളെ അനാഥകളാക്കി യാത്ര പോയപ്പോൾ ആ വിടവുകളെ അടക്കാൻ ഒരു ആലിമ് വന്നില്ല, ഒരു സയ്യിദ് വന്നില്ല. ഖുറത്തു സാദാത്തു ഖുറത്തങ്ങൾ ഉസ്താദിന്റെ വിയോഗം അത് വല്ലാത്ത വിയോഗമാണ്, വല്ലാത്ത നഷ്ടമാണ്. എത്ര മഹല്ലുകളുടെ നേതൃത്വമായിരുന്നു, എത്ര മഹല്ലത്തുകളുടെ ഖാലിയായിരുന്നു. എന്തുകൊണ്ടാണ് ഞങ്ങളെ ഖാലിയാക്കിയത്? എന്തുകൊണ്ടാണ് ഞങ്ങളെ ജമാഅത്തിന്റെ ഗൗരവാധ്യക്ഷരാക്കിയത്? 33 വർഷം ഈ നാട്ടുമായി തങ്ങളുമായുള്ള ബന്ധം ഞാൻ പറയേണ്ടതില്ലല്ലോ. ആലിമാണ്, സയ്യിദാണ്, അതിന്റെ അപ്പുറം തഖ്വയോടെ ജീവിച്ചു എങ്ങനെയാണ് ഒരടിമ ജീവിക്കേണ്ടത് എന്ന് വിനയത്തോടെ കാണിച്ചു തന്ന മഹാനല്ലേ. എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ ചുരുക്കുകയാണ്. ഞങ്ങൾക്ക് നേതൃത്വം നൽകിയ എത്ര സയ്യിദുമാർ, എത്ര ആലിമീങ്ങളോ, അവർ എത്ര ത്യാഗം സഹിച്ചവരാണ്, എത്ര പ്രയാസം അനുഭവിച്ചവരാണ്. അവരുടെ പ്രയാസമൊന്നും പ്രയാസമായി അവർ കണ്ടില്ല. കാരണം ദീനിന് വേണ്ടിയാണ്. പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് ചരിത്രമെടുത്തു നോക്കി രാപ്പകളില്ലാതെ വഹാബികൾക്കെതിരെ, ബിദഅയ്ക്കെതിരെ പ്രഭാഷണം നടത്തിയ ഇ.കെ. ഹസൻ മുസ്ലിയാർ, അവിടുത്തെ ദറജ നീ ഉയർത്തണേ അല്ലാഹ്. എ.പി. ഉസ്താദ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇ.കെ. ഹസൻ മുസ്ലിയാർ ഒരു സ്ഥലത്തേക്ക് പ്രഭാഷണം നടത്താൻ പോയാൽ രാത്രി സമയത്ത് മടങ്ങി വന്നു. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ തലയിലെ തലപ്പ വഹിച്ച് അതിനെ തുണിയായി ഉടുത്ത് അതാ അവിടുത്തെ ഷർട്ടും മുണ്ടും അലക്കിയിട്ട് ഉണക്കിയാണ് പിന്നെ യാത്ര നടത്തിയിരുന്നത്. അവർക്ക് ശരിയായി ധരിക്കാൻ
ധരിക്കാൻ വസ്ത്രമുണ്ടായിരുന്നില്ല. അതൊന്നും അവർ പ്രശ്നമായി കണ്ടില്ല. അവർ കണ്ടത് ദീനാണ്. അവർ കണ്ടത് നമ്മുടെ ഇസ്ലാം വളരണമെന്നാണ്. സയ്യിദുമാരുടെ ഉപ്പാപ്പയായ ലോകത്തിന്റെ നേതാവ് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ എത്ര ത്യാഗമാണ് അവിടുന്ന് അനുഭവിച്ചത്, എത്ര വിഷമമാണ് അവിടുന്ന് അനുഭവിച്ചത്. ആ ഭാഗത്തേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഒരു ദിവസം ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ ഒരു ദിവസം അതാ അവിടുത്തെ പ്രിയപ്പെട്ട മകളാകുന്ന ഫാത്തിമ ഉമ്മയുടെ വീട്ടിലേക്ക് കടന്നു വരുന്നു. ഫാത്തിമ ഉമ്മ നബി തങ്ങൾ വന്നപ്പോ നബി തങ്ങളോടൊരു പരാതി പറയുന്നു. യാ റസൂലല്ലാഹ്, ഓ എന്റെ പ്രിയപ്പെട്ട വാപ്പാ, 3 ദിവസമായി ഭക്ഷണം കഴിക്കാതെ വല്ലാത്ത വിശപ്പുണ്ട് വാപ്പാ. ഇമാം ഖൽയൂബി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്, കിതാബുൽ ഖൽയൂബിയിൽ ഉദ്ധരിക്കുന്നുണ്ട്, 3 ദിവസമായി പട്ടിണിയാണ്. പിഞ്ചുമക്കളാകുന്ന ഹസൻ ഹുസൈനാർ തങ്ങള് അവിടുന്ന് പട്ടിണിക്കിടന്ന് കരയുന്നുണ്ട് വാപ്പാ. അപ്പോഴാണ് ലോകത്തിന്റെ നേതാവ്, കാരുണ്യത്തിന്റെ കടൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ ഷർട്ടൊന്നു പൊക്കി കാണിക്കുന്നു. വയറ്റിലേക്ക് കല്ല് കെട്ടി വെച്ച് കാണുന്നു. മോളെ, നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ 3 ദിവസമായിട്ടുണ്ടെങ്കിൽ ഞാൻ 4 ദിവസമായി മോളെ. ഞാൻ ഭക്ഷണം കഴിക്കാതെ പട്ടിണിയിരിക്കുന്നത് 4 ദിവസമായി മോളെ. നബി തങ്ങളോട് മകൾ അവിടുന്ന് പരാതി പറഞ്ഞപ്പോ നബി തങ്ങൾക്ക് വല്ലാത്ത വിഷമമായി പോയി. നബി തങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി മദീനത്തെ തെരുവിലൂടെ നടക്കുകയാണ്. ഒരു തോട്ടത്തിന്റെ പരിസരത്തിലൂടെ കടന്നു പോകുമ്പോ ഒരു ഗ്രാമീണനായ അഅറാബിയെ കാണുന്നു. അഅറാബിയതാ തോട്ടത്തിലേക്ക് ഒരു കിണറിൽ നിന്ന് വെള്ളം കോരിയെടുക്കുന്നു, പാത്രങ്ങളിൽ നിറച്ചു വെക്കുന്നു. നബി തങ്ങളാ അഅറാബിയുടെ അടുത്തേക്ക് പോയി. ഒരു മുസ്ലിമായ ഗ്രാമീണനായ അഅറാബിയാണ്. നബി തങ്ങൾ ചോദിക്കുന്നു, അല്ല മനുഷ്യ, നിങ്ങൾക്ക് ഞാൻ ഇവിടെ ഹെൽപ്പ് ചെയ്തു ജോലി ചെയ്താൽ നിങ്ങൾ എനിക്ക് കൂലി തരുമോ? ചോദിക്കുന്നത് ലോകത്തിന്റെ നേതാവാണ്. എനിക്ക് നിങ്ങൾ കൂലി തരികയാണെങ്കിലോ ഈ വെള്ളം കോരിയിടുന്ന ജോലി ഞാൻ ചെയ്യാം. അഅറാബിക്ക് നബി തങ്ങളാണെന്നറിയില്ല. ഒരിക്കൽ കോരി വെള്ളമെടുത്തു ഒഴിച്ചാൽ 3 ഈത്തപ്പഴം തരാമെന്ന് അഅറാബി പറയുന്നു. അങ്ങനെ നബി തങ്ങൾ വെള്ളം കോരി എടുക്കുന്നു, നുറക്കുന്നു. 8 തവണ ലോകത്തിന്റെ നേതാവ് അവിടുന്ന് കൂലിപ്പണി ചെയ്യുന്നു. വെള്ളം കോരി നുറക്കുന്നു. 9ാമത്തെ തവണ കിണറിലേക്കതാ ബാൽദി അവിടുന്ന് ബക്കറ്റ് ഇറക്കിയപ്പോ വെള്ളം കഷ്ണിച്ച് കിണറിലേക്ക് വീഴുന്നു. അഅറാബി ദ്വേഷപ്പെടുന്നു. അഅറാബിക്ക് നബി തങ്ങളാണെന്നറിയില്ല. നബി തങ്ങളെ ശറഫാകപ്പെട്ട മുഖത്തേക്ക് ഒരടി നൽകുന്നു. ഇന്നാലില്ലാഹ്. നബി തങ്ങളതേ സ്വരത്തിൽ തിരിച്ചൊന്നും പറഞ്ഞില്ല. നബി തങ്ങളൊന്നും പ്രതികരിച്ചില്ല. നബി തങ്ങളതാ കിണറിലേക്ക് വീണ ബക്കറ്റും കയറും എടുത്ത അഅറാബിയുടെ കൈ
കയ്യിൽ നൽകുന്നു. 8 തവണ ജോലി ചെയ്തതിന്റെ 3 ഈത്തപ്പഴം വീതം 24 ഈത്തപ്പഴം നൽകുന്നു. അതിൽ ആദ്യം കൊടുത്ത 3 ഈത്തപ്പഴം നബി തങ്ങൾ അവിടുന്ന് കഴിച്ചു. എന്നിട്ട് ഉളരിപ്പോകുന്നു ഫാത്തിമ, എന്റെ മകൾ ഫാത്തിമ, എന്റെ പുള്ളിമാർ ഹസൻ ഹുസൈനാർ തങ്ങൾ 3 ദിവസം ഭക്ഷണമില്ലാതെ അവർ വിശപ്പിലാണ്. നബി തങ്ങൾക്ക് വേറെ ഒരു ചിന്തയില്ല. ഫാത്തിമ ഉമ്മയുടെ വീട്ടിലേക്ക് പോയി ആ ഈത്തപ്പഴം ഹസൻ ഹുസൈനാർ തങ്ങളെ മടിയിലിട്ട് അവിടെ നിന്ന് നൽകുന്നു. ഈ അറാബിയായ മനുഷ്യൻ അവൻ ചിന്തിച്ചു പോകുന്നു, ഈ വന്ന മനുഷ്യന് അത് നബി തങ്ങളാണോ എന്നൊരു ഭാവന കൽബിലേക്ക് വരുന്നു. ഞാൻ എന്തു തെറ്റാണ് ചെയ്തത്, അത് നബിയായിരിക്കാമോ എന്ന് ചിന്തിച്ച് അദ്ദേഹം ഒരു നബിമാരോട് സ്നേഹമുള്ള അറാബിയായിരുന്നു, മുസ്ലിമായിരുന്നു. ആ അറാബിയായ മനുഷ്യൻ തന്റെ കയ്യിനെ കഷ്ണിച്ചെടുക്കുന്നു, ബോധം കെട്ടു വീഴുന്നു. ആ വഴിയിലൂടെ യാത്ര വരുന്ന ഒരു യാത്രാ സംഘം അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് വെള്ളമൊഴിച്ച് അദ്ദേഹത്തിന് ബോധം വന്നപ്പോ, നിങ്ങൾ എന്തു പണിയാണ് കാണിച്ചത്, എന്താണ് സംഭവമെന്ന് ചോദിച്ചപ്പോ, ഞാൻ ഇന്നവരാളുടെ മുഖത്തേക്ക് അടിച്ചുപോയി, അദ്ദേഹം നബിയാണെന്ന് എന്റെ കൽബിൽ തോന്നുന്നു, എനിക്ക് ശിക്ഷ ഇറങ്ങുമോ, ഞാൻ പേടിച്ചുപോയി. ആ മനുഷ്യൻ ബോധം വന്നതിന്റെ ശേഷം കഷ്ണിക്കപ്പെട്ട വലത് കൈയിനെ ഇടതു കൈയിൽ പിടിച്ച് മദീനത്തെ പള്ളിയിലേക്ക് പോകുന്നു. അവിടുന്ന് വിളിക്കുന്നു, മുഹമ്മദിന്റെ കൂട്ടമേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അബൂബക്കർ തങ്ങളുണ്ട്, ഉമർ തങ്ങളുണ്ട്, ഉസ്മാൻ തങ്ങളുണ്ട്. അവിടുന്നതാ നബി തങ്ങൾ ഫാത്തിമ ബീവിയുടെ വീട്ടിലാണെന്ന് പറഞ്ഞപ്പോ ഒരു സ്വഹാബിയത ആ മനുഷ്യനെ അറാബിയെ കൂട്ടിക്കൊണ്ട് ആ കഷ്ണിക്കപ്പെട്ട കൈയിനെ പിടിച്ച് ഫാത്തിമ ഉമ്മയുടെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിന്റെ മുറ്റത്ത് ഒരാള് വിളിക്കുന്നു, യാ റസൂലല്ലാഹ്, ഓ നബിയേ, ഓ നബിയേ. നബി തങ്ങള് ഫാത്തിമ ഉമ്മയുടെ വീട്ടിന്റെ ഉള്ളിലിരുന്ന് ഹസൻ ഹുസൈൻ തങ്ങളവറുകൾക്ക് ഈത്തപ്പഴം ഭക്ഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഫാത്തിമ ഉമ്മയോട് പറഞ്ഞാരാണ് വിളിക്കുന്നതെന്ന് നോക്കാൻ പറഞ്ഞപ്പോ ഫാത്തിമ ഉമ്മ ഡോറ് തുറന്നു നോക്കുമ്പോൾ കയ്യിൽ നിന്ന് രക്തം ഒലിച്ചു വരുന്നു. കഷ്ണിച്ചെടുത്തവരി കയ്യും പിടിച്ച് ഒരാള് പുറത്തു നിൽക്കുന്നുണ്ട്. നബി തങ്ങളോട് പറഞ്ഞു, നബി തങ്ങൾ വന്നു ചോദിച്ചു, ഇത് എനിക്ക് കൂലി തന്ന അറാബിയല്ലേ, എന്റെ മുഖത്തെ കടിച്ച അറാബിയല്ലേ? നബി തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്കെന്തു പറ്റി? അറാബി പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങൊന്നു മാപ്പു തരണേ നബിയേ, എനിക്കങ്ങ് നബിയാണെന്നറിയില്ല നബിയേ, എനിക്ക് മാപ്പു തരണം നബിയേ. ലോകത്തിന്റെ നേതാവാണ്, അക്രമം ചെയ്തവനിക്ക് തിരിച്ചക്രമം ചെയ്യാൻ നമ്മുടെ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. നബി തങ്ങൾ മാപ്പു നൽകി. അറാബി പറയുന്നു, യാ റസൂലല്ലാഹ്, നിങ്ങളൊരു സത്യസന്ധരായ സത്യത്തിന്റെ ഉടമയല്ലേ, ഹക്കായ നബിയല്ലേ, ഈ കഷ്ണിച്ചെടുത്ത കൈ എന്റെ അതേ സ്ഥലത്ത് വെച്ച് നിങ്ങൾ വെച്ചു തരണേ നബിയേ. നബി തങ്ങള് നാവിന്റെ അടിയിൽ നിന്നുള്ള ഉമ്മുനീരെടുത്ത് തേച്ച് ആ സ്ഥലത്ത് വെച്ചു കൊടുക്കുന്നു. പൂർണ്ണാവസ്ഥയിലേക്ക് മാറുന്നു. അത് നബി തങ്ങളെ മോജിസത്താണ്. ആ അറാബി അവിടുന്ന് പ്രഖ്യാപിക്കുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. അറാബിയായ മനുഷ്യന് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു.
അമ്പിയാക്കൾക്ക് അല്ല മോജിസത്ത് നൽകിയിട്ടുണ്ടെങ്കിലോ ഔലിയാക്കൾക്ക് അല്ല കറാമത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ആദ്യം ഞാൻ ഓതിയ അതാ കുത്തുബിയത്തിലെ ഒരു ബൈത്തുണ്ടല്ലോ, ശറഫ്ത ജീലാന ബിൽ മീലാദി സാകിനഹു അല്ലംത ബിൽ ഖബ്രി ബഹു ദാദൻ അമാകിനഹു യസൂറുഹു കുല്ലു മുസ്തഖിം വലാകിനഹു ഫീ ബൈതിഹി ഖദ് യുലാഖി മുഹിയദ്ദീൻ. മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ജനിച്ച മണ്ണറിയോ? ഇറാനിലെ കൈലാൻ എന്ന പ്രദേശമാണ്, ഇറാനിലെ ജീലാൻ എന്ന പ്രദേശമാണ്. ഏത് മഹത്തുക്കളെ ജീവിതം എടുത്തു നോക്കിയാലും ഒരു നാട്ടിൽ അവരുടെ ജനനമാണെങ്കിലോ മറ്റൊരു നാട്ടിൽ അവരുടെ സേവന പാതയാണെങ്കിലോ അവർ അന്തിയുറങ്ങുന്നത് വേറെ ഒരു നാട്ടിലാണ്. ജീലാനി തങ്ങളോ ഇറാനിലെ കൈലാനിൽ ജനിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് അന്തിയുറങ്ങുന്നത് എവിടെന്നറിയോ? അത് ഇറാനിലല്ല, ഇറാഖ് എന്ന രാജ്യത്തിന്റെ തലസ്ഥാനമായ ബഗ്ദാദിലാണ്. ഖുറത്തു സാദാത്ത് കൂറത്തങ്ങൾ ഉസ്താദ് എട്ടിക്കുളം നാടാണെങ്കിലും ഇന്ന് അന്തിയുറങ്ങുന്നത് കൂറത്താണ്. എന്റെ മുഅ്മിനീങ്ങളെ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടെങ്കിലും മഹത്തുക്കൾ പറഞ്ഞതുപോലെ അവിടുത്തെ ഭൗതിക ശരീരം ഞങ്ങളെ വിട്ട് യാത്ര പോയാലും അവിടുത്തെ സ്മരണ മറക്കാൻ ലോകർക്ക് കഴിയില്ലല്ലോ. അതുകൊണ്ടല്ലേ നാട് എട്ടിക്കുളമായപ്പോഴും ഇന്ന് അന്തിയുറങ്ങുന്നത് നമ്മുടെ അടുത്ത പ്രദേശമായ കൂറത്തിലാണല്ലോ. ജീവിതകാലത്ത് ഞങ്ങളെ വിഷമം പറയാൻ, ഞങ്ങളെ രോഗം പറയാൻ, ഞങ്ങളെ അവലാതി പറയാൻ, ഒന്ന് മന്ത്രിപ്പിക്കാൻ, ഒന്ന് വെള്ളം മന്ത്രിപ്പിക്കാൻ തങ്ങളടുത്തേക്ക് പോയ നമുക്ക് അവിടുത്തെ വിയോഗം കൊണ്ട് ബേജാറുണ്ടെങ്കിലോ നമുക്കൊരു സന്തോഷമുണ്ട്. തങ്ങൾ ഉസ്താദ് ഞങ്ങളെ ചാരത്തുണ്ട്. നമുക്കവിടെ മസാറയിലേക്ക് പോകാം. നൂറുകണക്കിന് മുഅ്മിനീങ്ങള് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കർണാടകത്തിലെ പല ജില്ലകളിൽ നിന്ന് ഓരോ ദിവസം ഒഴുകി വരുന്നു. ഹുവൽ ആലിമു ബില്ലാഹ്, അല്ലാഹനെ വേണ്ടതുപോലെ കരഞ്ഞുകൊണ്ട് ജീവിച്ചുകൊണ്ട് തഖ്വയിലായി ജീവിച്ച മഹാനാണ്. ഒരു സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളോ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ മുത്തബിഉസ് സുന്നയാണ്. നബി തങ്ങൾ ജീവിതത്തിൽ ചെയ്തത് മുഴുവനും അതുപോലെ മുറ പോലെ ചെയ്തു കാണിച്ച മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ. ഒരു ദിവസം യാത്ര ചെയ്യുമ്പോൾ യാത്രക്കിടയിൽ ഒരാട്ടിടയനായ ഒരു യുവാവിനെ കാണുകയാണ്. ആ യുവാവിനോട് ചോദിക്കുന്നു, നീ ആരാണ്? ആ യുവാവിനോട് ചോദിച്ചപ്പോൾ ആ യുവാവ് പറയുകയാണ്, ഇന്നാൽ ഇന്ന ഉടമയുടെ അടിമയാണ് ഞാൻ. എന്റെ ജോലി ആടുമേയ്ക്കലാണ്. നൂറുകണക്കിന് ആടുകളോ ഒരു ചെന്നായ പിടിക്കാതെ, ഒരു പിടിമൃഗങ്ങൾ പിടിക്കാതെ അതിനെ സേഫ് സോണിൽ എന്റെ ഉടമയുടെ വീട്ടിലേക്ക് എല്ലാ ദിവസവും കൊണ്ടെത്തിക്കുന്ന ജോലിയാണ് എനിക്കുള്ളതെന്ന് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളോ അവിടുന്ന് യുവാവിനോട് ചോദിക്കുന്നു, നിങ്ങളെ ഈ ആടിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു ആട് എനിക്ക് തരുമോ? ആ യുവാവ് പറഞ്ഞു, ഇല്ല ഇല്ല, എന്റെ ഉടമസ്ഥന്റെ സമ്മതമില്ല, എനിക്ക് വിൽക്കാൻ അർഹതയില്ല. ഞാനൊരു ഉടമയുടെ അടിമയാണ്, ഞാനൊരു ജോലിക്കാരനാണ്. എന്റെ ഉടമ എന്നോട് എൻക്വയറി നടത്തും, എന്നോട് ചോദ്യം ചോദിക്കും. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ നല്ല പണം തരാം.
അപ്പോഴതാ ആ യുവാവ് പറയുന്നു, നിങ്ങൾ എനിക്ക് പണം തന്നാൽ എന്റെ ഉടമയോട് ഞാൻ എന്ത് പറയണം? അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങള് ഈ യുവാവിനെ ഒന്ന് പരിശോധിക്കാൻ ഒരു വഴി പറഞ്ഞു കൊടുക്കുന്നു. അല്ലയോ യുവാവേ, ഈ നൂറുകണക്കിന് ആടിന്റെ കൂട്ടത്തിൽ നിന്ന് ഒരു ആട് എനിക്ക് തന്നാൽ നിങ്ങൾക്ക് ഞാൻ നല്ല പണം തരാം, നിങ്ങൾക്ക് നല്ല ക്യാഷ് ലഭിക്കുമല്ലോ, എനിക്ക് നല്ല ആട് ലഭിക്കുമല്ലോ. നിങ്ങളെ ഉടമയോട് ആടിനെ ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനും കഴിയുമല്ലോ. ആ സമയത്ത് യുവാവ് പറഞ്ഞത്, എന്റെ യുവാക്കളെ, എന്റെ വാപ്പമാരെ, എന്റെ ഉമ്മമാരെ. ആ യുവാവ് അവിടുന്ന് പറഞ്ഞു, അത് എനിക്ക് സമ്പത്ത് കിട്ടും, നിങ്ങൾക്ക് നല്ല ആട് കിട്ടും, എന്റെ ഉടമയോട് നല്ല കാരണം പറയാം. എനിക്കൊരു ചോദ്യമുണ്ട്, അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങളെ, അല്ലാഹ് എവിടെ? ഞാൻ നിങ്ങളോട് കളവ് പറഞ്ഞ് രക്ഷപ്പെട്ടാൽ, എന്റെ ഉടമയോട് കളവ് പറഞ്ഞാൽ, നാളെ ആഖിറമാകുന്ന ലോകത്തേക്ക് എന്റെ റബ്ബിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നപ്പോ എനിക്കവിടെ കളവ് പറയാൻ കഴിയുമോ അബ്ദുല്ലാഹ്? CC ക്യാമറ കാണുമ്പോ പേടിക്കുന്ന ഞങ്ങളോ 24 മണിക്കൂറും ഒരു സെക്കൻഡ് പോലും വിടാതെ നിരീക്ഷിക്കുന്ന ഒരു CC ക്യാമറയില്ലേ, അത് ഏതാണെന്നറിയോ? അല്ലാഹ് ആലിമീങ്ങളെ ഖൽബില്, സാദാത്തീങ്ങളെ ഖൽബില്, മഹത്തുക്കളെ ഖൽബില് അല്ലാഹയാണ് കുടിയിരുന്നത്. അതുകൊണ്ടാണ് അവർ പറഞ്ഞിരുന്നത്, അല്ലാഹു ഹാലിരി, അല്ലാഹു നാലിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. അല്ലാഹ് യാത്രയിലും നടത്തത്തിലും ഇരുത്തത്തിലും അല്ലാഹുവിന്റെ വചനമാണ്, പരിശുദ്ധ ഖുർആനാണ്. വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് നിർത്തുകയാണ്. ഒരു മഹാനവറുകളെ ശത്രുക്കൾ അറുത്തുകളഞ്ഞപ്പോ ശരീരത്തിൽ നിന്ന് ഉറ്റി വീണ രക്തത്തിന്റെ തുള്ളികൾ ഭൂലോകത്ത് എഴുതി വെച്ചു, അല്ലാഹ് അല്ലാഹ്. അവരെ ബറക്കത്തുകൊണ്ട് ഞങ്ങളെ നന്നാക്കണേ അല്ലാഹ്, അവരെ ബറക്കത്തുകൊണ്ട് ഞങ്ങളെ നന്നാക്കണേ അല്ലാഹ്. നമുക്ക് വലിയ ഭാഗ്യമാണ് നമുക്കിന്ന് നേതൃത്വം നൽകാനെത്തിയത് തങ്ങൾ ഉസ്താദിന്റെ പ്രിയപ്പെട്ട മകനാകുന്ന മസൂദ് തങ്ങളാണല്ലോ. റബ്ബേ ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. നബി തങ്ങൾ ഞങ്ങളോട് ചോദിച്ച ഒരു കാര്യമുണ്ട്, ഞാൻ ദീനീ പ്രബോധനം നടത്തിയതുകൊണ്ട്, ഞാൻ ത്യാഗം സഹിച്ചതുകൊണ്ട്, അമ്മായിമാരെ നാട്ടിൽ നിന്ന് എന്നെ ഓടിച്ചതുകൊണ്ട് ഞാൻ നിങ്ങളോട് പണം ചോദിക്കുന്നില്ല, ഞാൻ നിങ്ങളോട് സമ്പത്ത് ചോദിക്കുന്നില്ല. ഞങ്ങളോട് നബി തങ്ങൾ ചോദിച്ചത്, കുല്ലാ അസ്അലുക്കും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. നബി തങ്ങളോടുള്ള, കുടുംബത്തോടുള്ള പ്രേമത്തെയാണ്, അവിടത്തോടുള്ള സ്നേഹത്തെയാണ്. തദ്കിറത്തുൽ ഔലിയ എന്ന ഗ്രന്ഥത്തില് അതിന്റെ മുസന്നിഫ് രേഖപ്പെടുത്തുന്നതായി കാണാം, മൻ മാത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ മാത ഷഹീദാ. സയ്യിദുമാരെ സ്നേഹം കരസ്ഥമാക്കി മരണപ്പെട്ടാൽ അവർക്ക് ഷഹീദിന്റെ പ്രതിഫലമുണ്ട്. മാത മഗ്ഫൂറാ, അവരെ തെറ്റുകളെ പൊറുപ്പിക്കാൻ അത് കാരണമാണ്. മാത തായിബാ, അവന്റെ തൗബ സ്വീകരിച്ചവനാണ്. ഇങ്ങനെ ഒരുപാട് നീണ്ട വരികളിലൂടെ അയിമ്മത്ത് സയ്യിദന്മാരെ കുറിച്ച് രേഖപ്പെടുത്തുന്നുണ്ട്. മൻ അഹാന ഖുറൈശൻ അഹാനഹുല്ലാഹ്. ഒരു സയ്യിദിനെ ഒരാൾ നിന്ദിച്ചാൽ അവനെ നിസ്സാരമാക്കുന്നത് അല്ലാഹയാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മുടെ സദസ്സിലേക്ക്
മഹാനായ മസ്ഊദ് തങ്ങളവറുകൾ എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തുകയാണ്. അല്ലാഹു തആല ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ സദസ്സിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് യാസീൻ ഓതി കുറച്ച് തഹ്ലീൽ ചെല്ലാനുണ്ട്. ഇൻഷാ അല്ലാഹ് തങ്ങൾ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഈ നാട്ടുകാർ ഒരുപാട് ഖത്തും ഓതിയിട്ടുണ്ട്. നമ്മ മരണപ്പെട്ട 3-ാം ദിവസം ഇവിടെ നല്ല മജ്ലിസ് പള്ളിയിൽ നടത്തിയിട്ടുണ്ട്. മുത്തഅല്ലിമീങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടി എല്ലാ ദിവസവും നമ്മുടെ നാട്ടുകാരായ ഉമ്മമാർ, യുവാക്കള്, വലിയവർ എല്ലാവരും കൂടി മദ്രസയുടെ കുട്ടികൾ, മുത്തഅല്ലിമീങ്ങൾ തഹ്ലീലും ഖത്തുമും ദിക്റും എല്ലാം ചൊല്ലിവെച്ചതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിൽ തങ്ങൾ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഹദിയ ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ മജ്ലിസിലേക്ക് നേതൃത്വം നൽകാൻ സയ്യിദവർകൾ എത്തിയിട്ടുണ്ട്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അതേപോലെ നമ്മുടെ സുല്യ സംയുക്ത ജമാഅത്ത് നായിബ് ഖാളി നമ്മളെ സുല്യ ഗാന്ധിനഗർ ഉസ്താദ് ഖത്തീബ് ഉസ്താദ് അഷ്റഫ് സഖാഫി ഉസ്താദ് അഷ്റഫ് കാമിൽ സഖാഫി ഉസ്താദ് നമ്മുടെ സദസ്സിലേക്ക് എത്തിയിട്ടുണ്ട്. ഉസ്താദിന് അല്ലാഹു ആഫിയത്തുള്ള ആരോഗ്യമുള്ള